ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDF-ൽ തർക്കം. സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് CPI രംഗത്തെത്തിയെങ്കിലും വിട്ടുനൽകാൻ കഴിയില്ലെന്ന് CPIM വ്യക്തമാക്കി. അതേസമയം LDF-ന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ പ്രത്യേക കമ്മിറ്റിയെയും ഇന്ന് ചേർന്ന യോഗം തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്നുള്ള CPM നേതാക്കളായ TN സീമ, KN ബാലഗോപാൽ എന്നിവരുടെ സീറ്റുകളാണ് രാജ്യസഭയിൽ ഈ മാസം ഒഴിവ് വരുന്നത്. LDF-ന്റെ നിയമസഭയിലെ കക്ഷി നിലയനുസരിച്ച് ഒരാളെ മാത്രമേ ഇനി രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാൻ കഴിയൂ. ആ സീറ്റിലേക്ക് ദേശീയ സെൻട്രൽ പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് CPIM ആലോചിച്ചിരുന്നത്. എന്നാൽ ഒഴിവുവരുന്ന സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ച് CPI രംഗത്തെത്തി. തങ്ങൾക്ക് നേരത്തെ ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് സീറ്റ് വേണമെന്നുമായിരുന്നു ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ CPI ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ CPIM തയ്യാറായില്ല. അടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിവരുമ്പോൾ പരിഗണിക്കാമെന്ന നിലപാടാണ് CPIM സ്വീകരിച്ചത്. ഇതോടെ കൂടുതൽ ചർച്ച ചെയ്ത് കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് യോഗം തീരുമാനിച്ചു. CPIയുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം പരിഗണിക്കും. നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ നൽകി പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് CPIM ആലോചിക്കുന്നത്. അതേസമയം ജനതാദളും NCPയും സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ LDF കൺവീനർ വൈ കമ്മീഷൻ നേതൃത്വം നൽകുന്ന 6 അംഗ കമ്മിറ്റിയെയും ഇടതുമുന്നണി യോഗം ചുമതലപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.